മലപ്പുറത്തേക്ക് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി അവിടേക്ക് പോവുകയാണ്. അപ്പോഴേ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, സൂക്ഷിക്കണം, മലപ്പുറമാണ്, മലപ്പുറം കത്തി, ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് സൂക്ഷിക്കാൻ? കർത്താവ് എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല, സന്തോഷമേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചെന്ന് അവിടെ എത്തി 4-ാം ദിവസം എന്നെ വന്ന് കാണുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അവിടെ ഒരു മഹലുണ്ട്, ആ മഹലിലെ ഭാരവാഹികളാണ് വന്ന് കാണുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ വന്നതാണ്, മറ്റൊന്നിനുമല്ല, അച്ഛനെ ക്ഷണിക്കാനും കൂടിയാണ് വന്നത്. അത് ഞങ്ങളുടെ നോമ്പ് തുറക്കലാണ്, ആ നോമ്പ് തുറക്കലിന് അച്ഛൻ വരണം. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. ഞാൻ പോവുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങൾ എനിക്കിത് തന്നെയായിരുന്നു പണി. എല്ലായിടത്തേക്കും ഈ നോമ്പ് തുറക്കലിന് പോവുക, ഇഫ്താർ വിരുന്ന് അനുഭവിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ മാസം. അത് നിങ്ങൾക്ക് അവർക്ക് അറിയാവുന്ന പോലെ അത് നോമ്പ് കാലമാണ്. ആ നോമ്പ് തുറക്കൽ അവിടെ നിന്നാണ് എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ ലഭിച്ചത്. ഈ പറയുന്ന ഈ ചിലരെല്ലാം ഇങ്ങനെ പല വിധത്തിൽ പലതും പരത്തും, പക്ഷെ അതെല്ലാം തെറ്റാണ്, തെറ്റായ ധാരണകളാണ്. നല്ല സമ്പന്നരായിട്ടുള്ള കൂട്ടരാണ് നിങ്ങൾ. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇന്നും വർഷങ്ങൾ 10 കഴിഞ്ഞു, ഇന്നും എന്നെ കാണാനായിട്ട് മലപ്പുറത്ത് നിന്ന് സുഹൃത്തുക്കൾ വരുന്നത് എല്ലാം മുസ്ലിംസാണ്. അപ്പോൾ നല്ല, അതായത് ദൈവം അല്ലാഹു അവരിലുണ്ട്. ആ അല്ലാഹുവിൻ്റെ പ്രവർത്തനമാണ് സ്നേഹവും സൗഹൃദവും പുലർത്തുക എന്നുള്ളത്. അത് MG നാരായണൻ സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അത് മലബാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് മലബാറിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ സാർ പറഞ്ഞ പോലെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, തമ്മിൽ അടിയുണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചില ചീറ്റലൊക്കെ മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വളരെ സൗഹാർദ്ദതയിൽ പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ മുസ്ലിം സഹോദരങ്ങൾ. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുതന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദതയിലും ജീവിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. യേശുക്രിസ്തു പറയുന്ന സന്ദേശം ഇതാണ്: നീ നിൻ്റെ അയൽക്കാരെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഈ സന്ദേശമാണ് ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടത്. പക്ഷേ ഈ മുറിവൈദ്യന് ആളക്കൊല്ലുമെന്ന് പറഞ്ഞ പോലെ ചിലർ ശരിക്കും അത് ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ. പക്ഷേ ഈ തത്വം ശരിക്കും മനസ്സിലാക്കി ജീവിക്കണമെന്നുള്ളതാണ്. ക്രിസ്തുനാഥൻ പറഞ്ഞത്, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ തിരിച്ചു ചോദിക്കാം, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു വഴിയാത്രക്കാരൻ ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിൽ ജെറിക്കോയിലേക്ക് പോവുകയാണ്. അവന് വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ പിടിച്ചു. ആ കൊള്ളക്കാരിൽ പിടിച്ച് കൊള്ളയടിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടു. ആ വഴിയെ വന്നത് ഒരു പുരോഹിതനാണ്. പുരോഹിതൻ വന്നപ്പോൾ അവൻ കണ്ടു, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ കണ്ടു, പക്ഷേ മാറിപ്പോയി എന്നാണ്. പിന്നീട് വന്നതൊരു ലേവ്യൻ, അതും യഹൂദൻ തന്നെ, അവനും ഇതുപോലെ തന്നെ മാറിപ്പോയി. മൂന്നാമത് വന്നൊരു സമറിയാക്കാരനാണ്. സമറിയാക്കാരും യഹൂദരും തമ്മിൽ എപ്പോഴും വൈരാഗ്യത്തിൽ കഴിഞ്ഞവരാണ്. ആ സമറിയാക്കാരൻ ഉടനെ കഴുതപ്പുറത്ത് താഴെ ഇറങ്ങി ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക മാത്രമല്ല, സത്രത്തിൽ കൊണ്ടുപോയി ആക്കുകയും
ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ട് ആ സത്രക്കാരനോട് പറഞ്ഞു, നന്നായി സൂക്ഷിച്ചോളണം, തിരിച്ച് ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾ ഇതിൽ ചെലവഴിച്ചതെല്ലാം തിരിച്ച് തന്നുകൊള്ളാം എന്നും പറഞ്ഞിട്ട് സത്രക്കാരനെ ഏൽപ്പിച്ചു പോകും. യേശു ചോദിക്കുകയാണ്, ആരാണ് ആ വഴിയാത്രക്കാരന് അയൽക്കാരൻ? എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും സമറിയക്കാരൻ. അതെ, നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നവർ നമ്മുടെ അയൽക്കാരൻ. അവൻ ഏത് ജാതി ആൾക്കും നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാമോ, അതായത് ഈ യഹൂദരും സമറിയക്കാരും തമ്മിൽ വിരോധമുള്ളവരാണ്. അവർ തമ്മിൽ അടുക്കില്ല. അന്നൊക്കെ ഈ അയിത്തമുള്ളതുപോലെ ഉള്ള ഒരു സമ്പ്രദായം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അയിത്തമുള്ളതുപോലെ ഈ സമറിയക്കാരെ ദൂരെ അകറ്റുക, യഹൂദർ ആയിട്ട് യാതൊരു സമ്പർക്കവും പാടില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് ആ യഹൂദന് സഹായമായത്. നമ്മൾ ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിൽ വർദ്ധിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കണം. മറ്റുള്ളവരെ നമ്മൾ ദൈവത്തെ പോലെ കാണണം. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഛായയുണ്ട്. അതാണ് നമ്മൾ മാനിക്കേണ്ടത്. ആ ഛായയെ നമ്മൾ മാനിക്കണം. അപ്പം പരസ്പരം ഏത് മതമായിക്കൊള്ളട്ടെ, മനുഷ്യനാണോ ആ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കണം. മതം ഏതായാലും അതില്ല, നമ്മൾ സ്നേഹിക്കേണ്ടത് മനുഷ്യനെയാണ്, ആ മനുഷ്യത്വത്തെയാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും, അതായത് ജാതി മതഭേദമെന്നെ സ്നേഹം പരത്തുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ, മുജാഹിദുകാർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ തീർച്ചയായിട്ടും അത് തുടർന്നു കൊണ്ടുപോകുവാൻ അള്ളാഹു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.